സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് ശ്രീ MT രമേശ്, ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്കൂടെ പോവുകയാണ്. വേങ്ങരയാണ് ലീഗിൻ്റെ ഇതുപോലെ തന്നെ ഒരു കോട്ടയാണ്. എന്താണ് BJPയുടെ ഈ വെല്ലുവിളിയെ നേരിടാനുള്ള തന്ത്രം? വേങ്ങരയിലും BJP മത്സരിക്കും തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് വേങ്ങരയിലുള്ള ഞങ്ങളുടെ എല്ലാ സംഘടനാ ശക്തിയും സമാഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള പരിശ്രമം തന്നെ നടത്തും. ഒരു തർക്കവും നിങ്ങൾക്കതിൽ വേണ്ട. BJP അതിൻ്റെ പരമാവധി ശക്തി പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഓരോ തെരഞ്ഞെടുപ്പിൽ നടത്തുക. അത് വേങ്ങരയിൽ ഞങ്ങൾ ആവർത്തിക്കും. ബാക്കി നമുക്ക് നോക്കാം. ശ്രീ ശശികുമാർ, ഇതെല്ലാം ലീഗിൻ്റെ ഉറച്ച കോട്ടകളാണ് എന്ന നിലയിൽ ആദ്യമേ സുല്ലിടുന്നൊരു സമീപനമാണോ വേങ്ങരയിലും ഉണ്ടാവുക? അങ്ങനെയെങ്കിൽ പിന്നെ നിങ്ങൾക്കാണ് അതിലെ ഏറ്റവും വലിയ ആനുകൂല്യം കിട്ടുക. ഈ ഭരണവിരുദ്ധ വികാരം, സർക്കാരിനോടുള്ള വിലയിരുത്തൽ എന്ന നിലയിൽ നിന്നൊരു ഒഴുകഴിവാകും. അത് അത്തരമൊരു സമീപനമാണോ ഉണ്ടാവുക? ഞങ്ങളങ്ങനെ ചൊല്ലിട്ടിട്ടില്ലല്ലോ. ഈ മലപ്പുറം പാർലമെൻറ്റ് ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ ഞങ്ങൾ ശക്തമായ മത്സരമല്ല നടത്തിയത്. ഞങ്ങളിവിടെ ചൂണ്ടിക്കാണിച്ചത് ലീഗ് നിലവിലുള്ള UDFൻ്റെ പുറത്തൊരു മുന്നണി ഉണ്ടാക്കിയത്. UDFിനകത്തുള്ള പാർട്ടികളും UDFന് പുറത്തുള്ള പാർട്ടികളും UDF വിട്ടുപോയ പാർട്ടികളെയൊക്കെ ചേർത്ത് ഒരു വിചിത്രമായ മുന്നണി ഉണ്ടാക്കിയാണ് ലീഗ് ഇന്നത്തെ നിലയിലെങ്കിലും എത്തിയത്. ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല. ഞങ്ങളുടെ മുന്നണി അതും ഇരുവർഗീയതയെ എതിർത്ത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടാണ് 1 ലക്ഷം വോട്ട് വർദ്ധിപ്പിച്ചത്. ആ ഫൈറ്റ് ഞങ്ങൾ അതിനേക്കാൾ നല്ല നിലയിൽ വേഗതയിൽ നടത്തും. ശരി ഫിറോസ്, ഇവിടെ വിജയം ഉറപ്പാണ് നിങ്ങൾക്ക്. പിന്നെ ഈ ഫലങ്ങൾ എന്തെങ്കിലും ഒന്നിന്റെ ചൂണ്ടുപലകയാകണമല്ലോ. അതെന്താണ്? നിങ്ങൾക്കെതിരെ തന്നെയുള്ള ചൂണ്ടുപലകയായിട്ടാണ് BJP ആയാലും CPM ആയാലും ഇതിനെ വിലയിരുത്തുന്നത്. നിങ്ങളുടെ നിലപാടെന്താണിതിൽ? ഒരിക്കലുമല്ല. ഈ ജനവിധി UDFന് അനുകൂലമാണ്, മുസ്ലിം ലീഗിന് അനുകൂലമാണ്. ഇടതുപക്ഷം എന്തൊക്കെ കണക്കുകൾ നിരത്തിയാലും അവർ പരാജയപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണല്ലോ. ഇപ്പോൾ വേങ്ങര ഇലക്ഷൻ വരാൻ പോവല്ലേ. അപ്പോൾ ശശികുമാർ ഇപ്പോൾ തന്നെ തുറന്ന് പറയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് UDFൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ വേണ്ടിയാണോ? അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണോ ഞങ്ങൾ മത്സരിക്കേണ്ടത്? ലീഗും UDFും ഒക്കെ മത്സരിക്കേണ്ടത് തൊട്ട് മുമ്പിലെ ഭൂരിപക്ഷവുമായിട്ടാണോ എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിക്കണം. ഇലക്ഷൻ കഴിഞ്ഞ് വന്ന് പ്രഖ്യാപിക്കരുത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അവതരിപ്പിച്ച ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിന് മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങൾ നൽകിയ അനുകൂലമായ വിധിയാണ്, അതിന് ജനങ്ങൾ നൽകിയ സർട്ടിഫിക്കറ്റാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഒരു ബൈ ഇലക്ഷൻ ആയിട്ട് പോലും ഇത്രയധികം മന്ത്രിമാരും അതുപോലെ തന്നെ CPMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും നേതാക്കന്മാരും മണ്ഡലത്തിലെ ഓരോ ബൂത്തുകളിലും കയറി ഇറങ്ങിയിട്ട് പോലും ഇത്രയധികം ഭൂരിപക്ഷത്തിന് UDFന് ജയിക്കാൻ സാധിച്ചുവെങ്കിൽ തീർച്ചയായും ഒരു സംശയം വേണ്ട വേണു, അത് UDFൻ്റെ രാഷ്ട്രീയത്തിലുള്ള വിജയം തന്നെയാണ്. ഞങ്ങൾ അവതരിപ്പിച്ച ഐഡിയോളജിക്കുള്ള BJP വിരുദ്ധ കേരളത്തിലെ ഇടതുപക്ഷ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ജനവിധിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ആ ശുഭപ്രതീക്ഷയുമായിട്ടാണ് ഞങ്ങൾ വേങ്ങരയിലും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ശരി, വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.